ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സിദ്ധിയായിട്ടുള്ള അമ്മയുടെയും മാർക്കോയുടെയും മഹിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആശങ്കകൾക്കൊടുവിൽ മഹി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. മാത്രമല്ല, കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മറുകുണ്ട്. പക്ഷേ അത് കൊടിയ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് ഉണ്ടായതാണെന്നും അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല എന്നും ഡോക്ടർ പറയുന്നു. പിന്നീട് സിദ്ധിയായിട്ടുള്ള അമ്മയും കുഞ്ഞിനെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മാർക്കോയോട് പറയുന്നുണ്ട്. മഹാലക്ഷ്മി വീൽ ചെയറിലിരിക്കുന്ന കണ്ണൻ മോനെ വിവാഹം കഴിച്ച സമയത്ത് അവർക്കൊരു ദാമ്പത്യം ഉണ്ടാകുമെന്നൊന്നും ആരും കരുതിയില്ല. പക്ഷേ അവർക്ക് ദാമ്പത്യം ഉണ്ടായെന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു. ആ കുഞ്ഞിൻ്റെ ജന്മവും കണ്ണൻ മോൻ്റെ അതേ നക്ഷത്രമായ കാർത്തിക നാളിൽ തന്നെയാണെന്നും മുരുക ഭഗവാന്റെയും അയ്യപ്പ ഭഗവാന്റെയും അനുഗ്രഹം ആ കുഞ്ഞിനുണ്ടാകുമെന്ന് മാത്രമല്ല, ആ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിരിക്കില്ല, അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും സിദ്ധിയായിട്ടുള്ള അമ്മ പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ മുത്തശ്ശിക്കും കരുണയ്ക്കും ഈ ഒരു വാർത്ത വലിയൊരു ഷോക്ക് തന്നെ ആവുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തെത്തുന്ന കണ്ണനോട് ലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടിവിറച്ച് പോവാണ് ഉണ്ണിയും ദുർഗയും. തുടർന്ന് കരുണ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ടത്. പക്ഷേ ദൈവം എന്നൊരാൾ മുകളിലുള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് ഇപ്പോഴും ആ പ്രതാപനും നിൻ്റെ അമ്മാവനും ഒക്കെ ജയിലിൽ തന്നെയാണോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ കരുണയും മുത്തശ്ശിയും നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ കരുണ ഒന്നും പറഞ്ഞില്ല എന്ന് ഉണ്ണി പറയുന്നതും അവർക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഈ ഒരു രഹസ്യം അധികകാലമൊന്നും രഹസ്യമായിട്ട് മൂടി വയ്ക്കാൻ പറ്റില്ല. നാളെ നിങ്ങൾ എല്ലാവരും ഇതറിയും. പ്രതാപനും വാമനും കോടതിയേക്കാൾ വലിയ ശിക്ഷയാണ് ദൈവം കൊടുക്കാൻ പോകുന്നത് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് കണ്ണൻ പോകുന്നു. അപ്പോൾ കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ദുർഗയ്ക്കും ഉണ്ണിക്കും മനസ്സിലാവുന്നില്ല. എന്തോ നമ്മളറിയാതെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കരുണ മഹാലക്ഷ്മിയുടെ അണിപ്പം പണി ചെയ്യില്ലായിരുന്നു. മഹാലക്ഷ്മി കരുണയെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലായിരുന്നു. സഹി കെട്ടിട്ടാണ് കരുണ അവരെ തള്ളി താഴെയിട്ടത്. എന്തോ അവർ രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. പിന്നീട് പ്രതാപനും വാമനും ജയിലിൽ കിടന്ന് പരസ്പരം പഴിചാരുന്നുണ്ട്. അന്നത്തെ പണത്തിൻ്റെ ആവശ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തത്. പക്ഷേ അത് 10 മടങ്ങ് ശക്തിയിൽ എനിക്ക് നേരെ തന്നെ വരുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ഞാൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയ്ക്കും കരുണമോൾക്കും പിന്നെ ആരുമില്ല. മാത്രമല്ല കരുണമോൾ ഇപ്പോൾ അമ്മയാകാൻ പോവാണ്. സത്യങ്ങളൊക്കെ ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുമായിട്ടുള്ള ബന്ധം തുടരണ്ട എന്ന് തന്നെ അവൻ തീരുമാനിക്കും. പൈസ ലാഭിക്കാമല്ലോ എന്നായിരിക്കും അവൻ കരുതുക. അങ്ങനെ ഒരു മരുമകനെയാണല്ലോ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം അമ്മായിയച്ഛനും അമ്മാവനും ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും അവനും വന്നൊന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. നമ്മളെ എങ്ങാനും വക്കീൽ കാശ് കൊടുത്ത് പുറത്തിറക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടുണ്ടാവും എന്നെല്ലാം പ്രതാപ പറയുമ്പോൾ അതൊരു കണക്കിന് നന്നായി പ്രതാപ. ഉണ്ണി വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് അവനറിയും. ഒരു ദിവസം നീട്ടിക്കിട്ടിയാൽ അത്രയ്ക്കും നല്ലതല്ലേ. എന്തായാലും ഞാൻ പറയുന്നത് പോലെ താൻ ചെയ്യുക. കോടതിയിൽ താൻ സത്യം നിഷേധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. വാമൻ പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് മുത്തശ്ശിയും കരുണയും കോടതിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. കാരണം അന്നത്തെ ദിവസമാണ് പ്രതാപനെയും വാമനെയും കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനിയിപ്പോൾ ജാമ്യം എങ്ങാനും കിട്ടാതിരിക്കുമോ മുത്തശ്ശി? മാത്രമല്ല ഇന്നത്തോടെ അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവരും അറിയും. അച്ഛന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. ഓരോ തവണയും വക്കീലിന് കാശ് കൊടുക്കേണ്ടി വരില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ആശങ്കപ്പെടുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതാണ് മോളെ നല്ലത്. കിട്ടിക്കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയാൽ പിന്നെ ആ മാർക്കോ എന്ന് പറയുന്ന ഗുണ്ടയല്ലേ, അവരെ രണ്ടുപേരെയും വെച്ചേക്കില്ല. ജയിലിനകത്താണെങ്കിൽ പിന്നെ അത് പേടിക്കണ്ടല്ലോ. ഏതായാലും നമ്മുടെ വക്കീൽ ജാമ്യം എടുത്തു തരാമെന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. മോൾ എന്തായാലും ഈ സമയത്ത് ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞ് കരുണയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ലല്ലോ മോനെ. ഇനിയെങ്കിലും നിനക്ക് കരുണ മോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നൂടെ? നീയല്ലേ ഈ സമയത്ത് അവളെ നോക്കേണ്ടത്. എന്താ പൈസ ചിലവാക്കേണ്ടി വരും എന്ന പേടിയാണോ നിനക്ക്? എടാ ഇങ്ങനെ ആറ് പിശനാക്കാനാകാതെ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ കാശ് ലാഭിച്ചിട്ടൊന്നുമല്ല അമ്മേ. കണ്ണേട്ടൻ അവളെ ഇനി ഇങ്ങോട്ട് കയറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ കൂടി അയാൾ പറഞ്ഞത് അമ്മ കേട്ടതല്ലേ. ഇനി അയാളെ ധിക്കരിച്ച് ഞാൻ കരുണയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ അയാൾ അവളെ മാത്രമല്ല നമ്മളെയും കൂടി ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. ഇതേ സമയം കണ്ണൻ വരുന്നു. തുടർന്ന് ദുർഗ, നീ നിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇന്ന് മതിയാവോളം ലാളിക്കണം. ഇന്നലെ മുഴുവൻ ടെൻഷൻ അടിച്ച് ഒരേ നിൽപ്പായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മോനെ ഉണ്ണിക്ക് കരുണ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ കൊള്ളാവുന്നുണ്ട്. നീ സമ്മതിക്കുമെന്നാണ് അവൻ്റെ പേടി. ഇവൻ്റെ ഭാര്യയും അമ്മയാകാൻ പോവാടാ എന്നെല്ലാം
ഉണ്ണിക്ക് വേണ്ടിയിട്ട് ദുർഗ പറയുമ്പോൾ അതിന് ഇന്നലെ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ അവളെ ഇനി ഈ കോമ്പൗണ്ടിലേക്ക് പോലും കയറ്റി പോകരുതെന്ന്. ഭാഗ്യത്തിനാണ് എൻ്റെ മഹിക്കും കുഞ്ഞിനും ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടത്. ഇനി കരുണയുള്ള വീട്ടിൽ എന്ത് ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ താമസിപ്പിക്കേണ്ടത്? അതോ കരുണയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മഹിയെയും കുഞ്ഞിനെയും ഇവിടെ നിന്നും ഇറക്കി വിടണോ? അവൾ അവളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ മുത്തശ്ശിയോടൊപ്പം ആ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. പിന്നെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവളെയും കൂട്ടി നീ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചോ എന്നെല്ലാം കണ്ണൻ ഉണ്ണിയുടെയും ദുർഗയുടെയും മുഖത്തടിച്ച പോലെ നല്ല മറുപടി തന്നെ കൊടുത്തു വിടുന്നുണ്ട്. പിന്നീട് കണ്ണൻ ഹോസ്പിറ്റലിൽ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് എത്തുന്നു. തൊട്ടിലിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് മഹിയുടെ അടുത്തെത്തുന്നു. തന്നെ പോലെ ഒരു പെൺകുഞ്ഞ് വേണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ആ ആഗ്രഹവും ദൈവം സാധിച്ചു തന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ മഹി വരാൻ പോകുന്നത്. പ്രതാപനും വാമനും അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം. എത്ര വലിയ വക്കീൽ വിചാരിച്ചാലും അവർക്ക് ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നും കണ്ണൻ പറയുന്നു. തുടർന്ന് തന്നോട് ഈ ക്രൂരത ചെയ്ത തൻ്റെ അനീതിയില്ലേ കരുണ, അവളും വീണ്ടും അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള കാര്യവും കണ്ണൻ മഹിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ഇനിയെങ്കിലും അവളുടെ സ്വഭാവത്തിനെക്കുറിച്ച് മാറ്റം ഉണ്ടായാൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് തനിക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ച അമ്മയെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നും കുഞ്ഞിൻ്റെ കാര്യം കുറച്ച് പ്രയാസമാണെന്നാണ് അമ്മ കൂടി പറഞ്ഞതോടെ ഞാൻ ആകെ തകർന്നു പോയി എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ കാണാറുള്ള അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ള സിദ്ധിയായ കുറിച്ചാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്ക് ആ അമ്മയെ ഈ സമയത്തൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കണ്ണേട്ട. ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാകുമെന്ന് വളരെ നേരത്തെ പ്രവചിച്ച ആളാണ് ആ അമ്മ. ഇനിയിപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടല്ലേ ക്ഷേത്രത്തിൽ പോകാൻ കഴിയൂ എന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഏതായാലും മഹിയുടെ ആഗ്രഹം അറിഞ്ഞിട്ടെന്നുള്ള പോലെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഒപ്പം മാർക്കോയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്